ഇന്ന് ഞാൻ പറയുന്നത് കണ്ണൂർ വളപട്ടണത്ത് ഒരു വീട്ടിൽ നടന്ന മോഷണത്തെക്കുറിച്ചാണ്. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. മോഷ്ടാവിനെ കൈയോട് പിടിക്കുകയും ചെയ്തു. ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതാണ് ഈ മോഷണം കള്ളം നടത്തിയിരിക്കുന്നത്. ഈ വീട്ടിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കി. ആ വീട്ടിലുള്ളവർ എവിടെയോ യാത്രയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ ആരുമില്ല എന്ന് ആ കള്ളൻ മനസ്സിലാക്കി രാത്രിയിൽ അവിടെ കയറുകയും അവിടെ ഏകദേശം 300 പവനും ഏകദേശം 1.5 കോടി രൂപയും കവർന്നു. പക്ഷേ ആരും അദ്ദേഹത്തെ കണ്ടില്ല. ക്യാമറ കണ്ണുകളല്ലാതെ ആരും കണ്ടിട്ടില്ല. വീട്ടുകാരൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വീട് തുറന്ന് കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വർണവും പണവും എല്ലാം നഷ്ടപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് വന്നു. അജിത് കുമാർ സിറ്റി പോലീസ് കമ്മീഷണറാണ് വന്ന് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു തുമ്പും അവർക്ക് കിട്ടിയില്ല. ആരാണെന്ന് സംശയങ്ങളുണ്ടായിരുന്നു. ഇത് വലിയ മോഷ്ടാക്കളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറുവ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവരെ സംശയമുണ്ടായിരുന്നു. പിന്നെ കൽക്കട്ടയിൽ ഇങ്ങനെ കൊള്ള നടത്തി റെയിൽവേ കൂടെ കടന്നു പോകുന്ന കള്ളന്മാരെക്കുറിച്ചും അവർക്കറിയാം. അതേപോലെ നമുക്കറിയാം വണ്ടിച്ചോർ, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന വണ്ടിച്ചോർ, അദ്ദേഹത്തിൻ്റെ മോഷണം വളരെ കലാപരമായിട്ടാണ് അദ്ദേഹം മോഷണം നടത്തുന്നതും. ഒറ്റയ്ക്കാണ് അദ്ദേഹം മോഷണം നടത്താറുള്ളത്. കടത്തിക്കൊണ്ട് പോകുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും ആ രീതിയിലുള്ളൊരു മോഷണമാണ് നടന്നത്. അപ്പോൾ പോലീസ് സംശയമുള്ള സ്ഥലങ്ങൾ, ചില സ്റ്റേറ്റുകളിൽ അന്വേഷണത്തിനായിട്ട് പോലീസ് കർണാടക, കൽക്കട്ട, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിച്ചു. പക്ഷേ യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. പോലീസ് വന്നു. പോലീസ് നേരെ പോയത് റെയിൽവേ ലൈനിൽ കൂടെയാണ്. അപ്പം മോഷ്ടാവ് മോഷ്ടിച്ചിട്ട് അത് ആ വഴിയിലൂടെയാണ് പോയത് എന്നുള്ളത് ഉറപ്പായി. പക്ഷെ ആരാണ് എന്താണെന്നൊന്നും അവർക്കൊരു പിടിയും കിട്ടിയില്ല. അവസാനം ഏകദേശം ഒരു 50ഓളം ക്യാമറകൾ, പരിസരത്തുള്ള ക്യാമറകളൊക്കെ അവർ പരീക്ഷിച്ച് നോക്കി. അതിനകത്ത് ഇങ്ങനൊരാൾ പോകുന്നുണ്ട്, സാധനമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ആൾ വ്യക്തമല്ല ആയിരുന്നു. എന്നാൽ അവരുടെ അന്വേഷണത്തിൽ, പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ മനുഷ്യനെക്കുറിച്ച് അറിയാവുന്നവർ ഇത് ഇന്നവരാണോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ടായിരുന്നു. ആ സംശയത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിക്കുകയും ചെയ്തു. അദ്ദേഹം ദൂരെയുള്ള ആളല്ല, തൊട്ട അടുത്തുള്ള ആളാണ്. അതുകൊണ്ടാണ് ആ ഭവനത്തിൽ, ആ വീട്ടിൽ ആരുമില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായത്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ കയറുന്നതും മോഷണം നടത്തുകയും ചെയ്യുന്നത്. അദ്ദേഹം ഒരു വലിയ മോഷ്ടാവൊന്നുമല്ല. മോഷണത്തിൽ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ 2ാമത്തെ മോഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതൊരു പ്രവാസിയാണ്. അദ്ദേഹം വളരെ കാലം ഗൾഫിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. നാട്ടിൽ വെൽഡിങ് മെഷീനും ഒക്കെ ആയിട്ട് ആൾ ജോലി ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴാണ് മോഷണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഇങ്ങനൊരു അറിവ് കിട്ടി. അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങിയതിൽ സക്സസ് ആയിരുന്നു. അവിടെ ജോലിയൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തി അദ്ദേഹം പോയി. പക്ഷേ പണം, സ്വർണമൊന്നും നഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പണവും സ്വർണവും ഒക്കെ എന്ത് ചെയ്ത് തൻ്റെ വീട്ടിലെ ബാഗിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ച് കട്ടിലിൻ്റെ അടിയിൽ വെച്ചു. അതുകൊണ്ട് പോലീസിന് ഒന്നും നഷ്ടപ്പെടാതെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. വീട്ടുകാരൊക്കെ വന്ന് അന്വേഷിച്ചു. വീട്ടുകാർ വന്നു.
അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരറിവുമില്ല ഇതിനെക്കുറിച്ച്, ഒന്നും അറിയത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ ചെറുപ്പക്കാരനെ പിടിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ നാടുകളിൽ പൂട്ടിയിട്ടേക്കുന്ന വീടുകളാണ് ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഇടവഴികളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലരും അതുവഴി കടന്നു പോകുന്ന നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ പല ഭാഷക്കാരും ഉണ്ടല്ലോ, ഇങ്ങനെ പോകുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഈ പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള മോഷ്ടാക്കളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് അവർ അടച്ചിട്ട ഭവനങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്നത്. പക്ഷേ ഇങ്ങനെ അനേക കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല. സ്വർണവും പണവും എല്ലാം സൂക്ഷിച്ച് വീട്ടിൽ വെച്ചിട്ടാണ് അവർ അന്നേ ടൂറിന് പോകുന്നത്, അല്ലെ ബന്ധു വീടുകളൊക്കെ പോകുന്നത്. അപ്പം സുരക്ഷിതമായിട്ട് വീട്ടിൽ വെച്ചിട്ട് പോകാം, കുഴപ്പമില്ലെന്നുള്ള ധാരണയിലാണ് അവർ ഇതൊക്കെ വെച്ചിട്ട് പോകുന്നത്. അത് കള്ളന്മാർക്ക് അതൊരു വലിയ അവസരമാണ്. അപ്പോൾ കയറുന്ന വീടുകളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഇതേപോലെ സ്വർണങ്ങളും പണങ്ങളും ഒക്കെ ആ വീട്ടിൽ ധാരാളമായിട്ട് ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവർക്കറിയാം. അവരവിടെ കയറുകയും ചെയ്യും. അങ്ങനെയാണ് ഈ വീട്ടിലും ഇങ്ങനെയൊരു മോഷണം നടന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി ഈ വീട്ടിൽ ആരുമില്ല, അവരെവിടെ യാത്രയ്ക്ക് പോയിരിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം അവിടെ കയറുന്നതും വാതിൽ തുറന്നകത്ത് കയറി മോഷണം നടത്തുന്നത്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും പണങ്ങളും സ്വർണങ്ങളൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണോ എന്ന് ചിന്തിച്ചാൽ ദുഃഖിക്കേണ്ടി വരത്തില്ല. നമ്മൾ മനസ്സിലാക്കുക. കള്ളന്മാർക്ക് മോഷ്ടിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വത്തുക്കൾ, പണം, ആഭരണങ്ങൾ ഒന്നും വീട്ടിൽ വെച്ചിട്ട് ഒരു യാത്രയ്ക്കും പോകരുത് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ബൈ.